MJ അങ്കിൾ, നമ്മുടെ ബാബുക്ക ഹിറ്റ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. ഹാപ്പി അല്ലേ ഉണ്ണി അങ്കിൾ? നമുക്ക് പുതിയ റൗണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലെ മിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആണ് നമ്മുടെ ബാബുക്ക ഹിറ്റ്സ്. സൂപ്പർ സോങ്സ് ആയിരിക്കും. ഉറപ്പായിട്ടും ആയിരിക്കും. എനിക്ക് MJ അങ്കിളുടെ അടുത്തും നമ്മുടെ ഉണ്ണി അങ്കിളുടെ അടുത്തും ഓഫ് കോഴ്സ് ആര്യ ചേച്ചിയുടെ അടുത്തും ചോദിക്കാനുണ്ട് ബാബുക്കനെ പറ്റിട്ട്. ആ ഒരു ആര്യ ചേച്ചി കഴിഞ്ഞ തവണ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ MJ അങ്കിളും ഉണ്ണി അങ്കിളും ആദ്യം ഈ റൗണ്ടിൽ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, എന്താ ബാബുക്ക എന്ന് പറയുമ്പോ ആദ്യം എന്താ ഓർമ്മ വരാ? ബാബുക്ക ചങ്കാണ്, ചങ്ക് ചങ്ക് ചങ്ക്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന മലയാള സിനിമാ സംഗീതത്തിലെ ആ മുത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് എക്കാലവും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചങ്കിൽ എടുത്തു വെക്കാവുന്നതാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അത് പാടുമ്പോൾ അത് പാടുക മാത്രമല്ല, അതൊരു അനുഭവം കൂടിയാണ്. അല്ലേ ഉണ്ണിച്ചേട്ടാ? ഓരോ പാട്ടും അനുഭവമാണ്. അപ്പൊ അനുഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ പാട്ടുകളെ നമുക്ക് മറക്കാൻ പറ്റാത്തത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നില്ലേ? ഈ പാട്ടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നില്ലേ? അടുത്ത ജനറേഷനിലേക്ക് ഈ പാട്ടുകൾ എത്തുന്നില്ലേ? അത് തന്നെ ആ പാട്ടുകൾ എത്ര അനശ്വരമാണ്. അതുകൊണ്ട് തന്നെ ബാബുക്ക അനശ്വരമാണ് എന്ന് നമുക്ക് ഊട്ടി ഉറപ്പിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും കോഴിക്കോട് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ബീച്ചിൽ കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇപ്പൊ ബാബുക്ക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ബാബുക്ക എപ്പോഴും നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം നോസ്റ്റാൾജിക് സോങ്സ് നമ്മൾ സ്കൂൾ കോളേജസ് പഠിക്കുന്ന സമയത്ത് തന്നെ തന്നിട്ടുള്ള ആളാണ് ബാബുക്ക. അതായത് അതിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു പാട്ട് താമസം എന്തേ വരുവ. അത് ആ പാട്ട് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ സിനിമ കാണുന്നത്. അന്ന് ഈ ഓലക്കൊട്ടയ ഉണ്ടല്ലോ, ഓലക്കൊട്ട, അതിൽ കണ്ട സിനിമയാണത്. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലെ പ്രേതത്തിനെല്ലാം ഓർമ്മ വരുന്നത്, ഈ പാട്ടിനെയാണ് ഓർമ്മ വരുന്നത്. ആ പാട്ടുകൾ മാത്രമായിരുന്നു നമുക്ക് ചെവിയിൽ. അപ്പൊ അത്രയധികം നോസ്റ്റാൾജിയ ഉണ്ടാക്കി തന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ബാബുരാവ് മാസ്റ്റർ. അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോരോ പാട്ടുകളും മുത്തുകളാണ്. ആ പാട്ടുകൾ നമ്മൾ കേൾക്കുക, ആസ്വദിക്കുക എന്നതിലുപരി പാടി ആ ഒരു പെർഫെക്ഷൻ കൊടുക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള പാട്ട്, അത്രയധികം മനസ്സിൽ തട്ടുന്ന നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ടച്ചസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് അധികം ഉണ്ടായിരുന്നത്. അത് നമുക്ക് നമ്മുടെ വേദിയിൽ കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖം. എന്റെ ഗുരുനാഥൻ MBS സാറാണ്. ബാബുരാജ് മാസ്റ്റർ ആണെങ്കിൽ MSB ആണ്, മുഹമ്മദ് സാബിർ ബാബുരാജ്. മറ്റേത് മാനമധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്നാണ്. അപ്പൊ ഇത് 3 ലെറ്റേഴ്സ് നമ്മൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. മാത്രമല്ല MS ബാബുരാജ് എന്ന് പറയുമ്പോൾ MS വിശ്വനാഥൻ, അങ്ങനെ ഈ MS സുബലക്ഷ്മി. അപ്പൊ അങ്ങനെ ഈ MS എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വളരെ പ്രത്യേകത ഉള്ളതെന്ന് തോന്നുന്നു. മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിലെ M-ലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മ്യൂസിക് തന്നെ ആയിരിക്കും. അപ്പൊ എന്റെ ഇനിഷ്യലും കൂടെ വെച്ചോളൂ. ഇഷ്ടപ്പെട്ടു. ഇത് പറയാനോ അങ്ങനെ വളച്ചു പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെയാണ് നമുക്ക് എപ്പോഴും. ഓക്കെ, അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിയ വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ബാബുക്ക റൗണ്ടാണ് നമുക്ക് വരാൻ പോകുന്നത്. പാടാൻ എത്തുന്നത് എല്ലാവരുടെയും കുട്ടുമണി കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥവ് ഓൺ സ്റ്റേജ്. ഹലോ, ഹായ് കുട്ടുമണി. ഹലോ. നീ ഏതോ ബീച്ചിൽ പോയിട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ബീച്ചിലൊന്നും പോയില്ല. ക്രൂസിന് പോയപ്പോ MJ സാർ ഇട്ട പോലത്തെ അതേ ട്രൗസർ. ഹലോ കുട്ടുമണി. ഹലോ, സുഖാണോ ചേച്ചി? ആർ യു റെഡി ഫോർ എ കോംപ്ലിമെന്റ്? റെഡിയാ. ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. ആണോടാ? താങ്ക് യു. കല്യാണത്തിന് ഒരുങ്ങി പോയതോലുണ്ട്. കല്യാണത്തിനല്ലെങ്കിലും നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്തു ഉടുപ്പാ ഇത്. നല്ലതാണോ? താങ്ക് യു. കുട്ടുമണി, ഇന്ന് എന്തിനുള്ള പുറപ്പാടാ? ബാബുക്ക റൗണ്ട്. അത് മനസ്സിലായി. ഏത് പാട്ടാ? വെള്ളിച്ചിലങ്ക അണിഞ്ഞുകൊണ്ടൊരു വള്ളുവനാടൻ പെണ്ണ്. യെസ്. അതില് കല്ലുമാലയല്ലേ? കല്ലുമാല, കാതിലോല ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. പിന്നെ ഇന്ന് വേറൊരു വിശേഷമുണ്ട്. എന്റെ അപ്പൂപ്പനും എന്റെ മാമന്റെ മോളും വന്നിട്ട്. ഹലോ. രണ്ടുപേരും പാട്ട് നേരിട്ട് കാണാൻ വന്നിരിക്കുകയാണ്. അവര് പത്തനംതിട്ടയാണ് വന്നത്. അപ്പൊ കിടക്കട്ടെ. താങ്ക് യു, താങ്ക് യു. വിരുന്നു
താങ്ക് യു. കുട്ടുമണി എന്തോ പാട്ട് പെട്ടെന്ന് തീർന്നു പോയി. ആണോ? എന്തോന്നടേ കുറച്ചുകൂടെ നീട്ടമുള്ള പാട്ട് പാടണ്ടേ? 3 ചരണമുണ്ട്, എന്നിട്ടാണ് പെട്ടെന്ന് തീർന്നു പോയത്. ആ അങ്ങനത്തെ ടെമ്പോ അല്ലേ ഇത്? പെട്ടെന്ന് ചിന്തക 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 ചിന്തക. എനിക്ക് പക്ഷെ ഈ ടെമ്പോയിൽ പാടുന്ന ഒരു കംഫർട്ട്. ആണോ? ആണോ? കംഫർട്ട് സോൺ അല്ലേ? പക്ഷെ കുറച്ച് കംഫർട്ട് സോൺ ഔട്ടും ആണ്, കുറച്ച് കംഫർട്ട് സോൺ ഇന്നും ആണ്. ആ ബ്രത്ത് കുറച്ച് പ്രശ്നമല്ലേ? ഇപ്പൊ ശരിയായി. ബ്രത്ത് ആ ഈ ടെമ്പോല് ടഫല്ല. ലൈക്ക് ഞാൻ കൊറേ പഠിച്ചു. പക്ഷെ ആ, ബ്രത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം, പക്ഷെ ശരിയാവുന്നില്ല. പിന്നെയും പറയുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം, ഇല്ല ശരിയായില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ പാട്ടിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രത്ത് കിട്ടാത്തപ്പോ എന്ത് സംഭവിക്കും? നമ്മൾ ശ്രുതി ചേരലും കുറച്ച് പ്രശ്നത്തിലാവും. കുറച്ച് എത്തിപ്പോരാൻ ശ്രുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ. ഓക്കേ. അപ്പൊ ചിന്ത ചിന്ത ചിത്ത ചിന്ത ചിന്ത ചിത്ത ചിത്ത ചിന്ത ചിന്ത അല്ല പല്ലവി. പിന്നെ അനുപല്ലവി വല്ലവി ചിക്കട 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 ചിക്ക. അപ്പൊ ഈ ചിന്തയും ചിക്കടയും ഒക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ബ്രത്ത് എടുക്കണം. കുതിര ഓട്ടിച്ച് പോണം. എങ്ങനെ കുതിര ഓട്ടിച്ച് പോവും? ടിങ്ക് ചിക്കടി ടിങ്ക് അപ്പൊ ആ ചിക്കട ചിക്കട ചിക്കട. അപ്പൊ അനുപല്ലവിൽ ആ ചിക്കടയുടെ കൂടെ ഒന്ന് പഠിക്കേപ്പിക്കാമോ? കാതിലോല തക്കയണിഞ്ഞ് കല്ലുമാല മാറിലണിഞ്ഞ്. ഇതിൽ ട്രിക്ക് എന്ന് പറയുന്നത് അതില് ചിക്കട 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 എന്ന് പോകുമ്പോൾ ആ ചിക്കട ചിക്കട ഓരോ സമവും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. 1 2 3 4. കാതിലോല തക്കയണിഞ്ഞ് കല്ലുമാല മാറിലണിഞ്ഞ്. ആ ആ, ഇപ്പൊ ആ ചിക്കട കിട്ടുന്നുണ്ടേ. പിന്നെ ചിന്ത ചിന്ത എങ്ങനെയാണ്? പല്ലവി 1 2 3 4. ചിന്ത ചിന്ത ചിന്ത. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, നാടൻ പെണ്ണ്. അത് ഫിനിഷ് ചെയ്ത് നമ്മളെ വരുന്നില്ല. ഫസ്റ്റ് ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്താൽ നന്നായിരിക്കും. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, നാടൻ പെണ്ണ്. എന്റെ കണ്ടോ? അതൊക്കെ സാധിക്കും. അതെ, നീ ഒരു ഭയങ്കര ചിന്തകനാണ് കേട്ടോ. മൊത്തം പാട്ടിൽ മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കും മീനൂട്ടി. ഇതെങ്ങനെ നന്നാക്കാം, അതെങ്ങനെ നന്നാക്കാം. മാത്രമല്ല ലൈവ് എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതെ, എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ട് ആ. പെട്ടെന്ന് മാറും. അതായത് മറ്റേ അവിടെ ടോപ്പ് ബാൻഡ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് മുഖം മാറിയിട്ട് ഇങ്ങനെയാവും. അതാണ്. ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചി ജീവിച്ചു. അപ്പൊ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ട് ലൈവ് എഡിറ്റിംഗ് ആയിരുന്നു. ലൈവ് എഡിറ്റിംഗ്, അതെ. കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഈ മന്ത്രം മനസ്സിൽ വെച്ചോ. അങ്കിള് പറഞ്ഞു തരുന്നത് ലെസ് കൺട്രോൾ മോർ സോൾ. Less control, more soul. ഡ്രമാറ്റിക് ആയിട്ട് പറയുള്ളൂ. ലെസ് കൺട്രോൾ മോർ More സോൾ. soul. ആ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ നമ്മൾ നിയന്ത്രിക്കാതിരുന്നാൽ, പാട്ടിനെ നമ്മൾ നിയന്ത്രിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓരോ നിമിഷങ്ങളിലും നീ നിയന്ത്രിക്കാൻ ട്രൈ ആണ് പാട്ടിനെ. അത് വേണ്ട. കുതിരയെ നിയന്ത്രിക്കുന്ന പോലെ പാട്ടിനെ നിയന്ത്രിക്കണ്ട കേട്ടോ. അത് സ്വന്തമായിട്ട് ഓടിക്കോട്ടെ, അല്ലേ? അപ്പോ കുറച്ച് നിയന്ത്രണമാണെങ്കിൽ കൂടുതൽ ആത്മാവ് ഉണ്ടാവും, പാട്ടിന്റെ ആത്മാവ് ധ്വനിക്കുക. അതാണ് ലെസ് കൺട്രോൾ മോർ സോൾ. അപ്പൊ ഈ മന്ത്രം എടുത്ത് ഇവിടെ വച്ചേക്കണേ. Okay. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞത്? Less Soul. control, more സോൾ. more soul, more comfort. യെസ്. മിടുക. പാർത്തിക്കുട്ടാ, എന്തോ? ഓൺ ദ ഹോൾ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ. പക്ഷേ കുട്ടൻ പറഞ്ഞ മാതിരി തന്നെ പല സ്ഥലത്തും ഫൈൻ പിച്ചിങ്ങിന്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചൊരു നമുക്കൊരു സുഖമില്ലായ്മ തോന്നും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം മോൻ Okay. കേട്ടോ. അതർവൈസ് യു ആർ എ വെരി ലൈവ്ലി പേഴ്സൺ. ലൈവ്ലി സിംഗിങ് ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് മോൻ. അപ്പൊ അത് കുറച്ച് നല്ലോണം യൂട്ടിലൈസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. പിന്നെ പല ഭാഗത്തും നമുക്ക് ആ ബ്രെത്ത്, ഈ പാട്ടിൽ പ്രത്യേകിച്ചും നമുക്ക് ബ്രെത്ത് ശരിക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ പല സാധനങ്ങളും മിസ്സാവും. ചെറിയ സാധനങ്ങൾ മിസ്സാവും. ആ ഫിനിഷ് ചെയ്യുന്നതും റൗണ്ടായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നില്ലേ, ആ ഫസ്റ്റ് ലൈൻ ആദ്യം മുതൽ പാടിയപ്പോഴേ മോൻ അത് കിട്ടിയിരുന്നില്ല. ആ ഫിനിഷിങ് അതൊക്കെ ഫിനിഷ് ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഈ പാട്ടിന് കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടും. Okay. ഓൾ ചെറിയ പിച്ചിങ്, ചെറിയ സംഗതികളുടെ ഫിനിഷിങ്,
ഓക്കെ, Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്നും കുട്ടുമണിയുടെ ആ ഒരു ഓറ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ പാട്ട് കേൾക്കാൻ. എന്താ പറയാ, ഒരു ഉണ്ണി സാർ പറഞ്ഞ പോലെ ഭയങ്കര ലൈവ്ലി ആണ്, ഭയങ്കര ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാം, ഭയങ്കര ഒരു എന്താ പറഞ്ഞ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. വെരി ബബ്ലി, വെരി ലൈവ്ലി. അപ്പൊ ആ ഒരു ഓറയുള്ള ഒരാളാണ് നമ്മുടെ കുട്ടുമണിക്കുട്ടൻ. അപ്പൊ ഇന്നും ആ ഒരു ഓറ ഇന്ന് ഉണ്ടായിരുന്നു കുട്ടുമണിയുടെ പെർഫോമൻസിൽ കേട്ടോ. താങ്ക് യു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പക്ഷെ ബേസിക്സ് ആണ് അത് പിന്നെയും പറഞ്ഞു തരേണ്ട ഒരു സ്റ്റേജിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഘട്ടം, നമ്മുടെ എത്രാമത്തെ പെർഫോമൻസ് ആയത്? 33rd പെർഫോമൻസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ബേസിക്കിലേക്ക് കടക്കരുത്, പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവലിലുള്ള കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം ഗ്രാഫ് മേളിലോട്ടേക്ക് പോകും. ഗ്രാഫ് മേളിലോട്ടേക്ക്. യെസ്, അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓക്കെ മിടുക്കനാണേ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടുമണി, എന്തോ? ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ പല ആൾക്കാർ സെൽഫി എടുക്കുന്നതാണ്. ഞാൻ സെൽഫി എടുക്കാറില്ല, ഞാൻ എടുത്താലും നന്നായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ സെൽഫി ഞാനിപ്പോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ സെൽഫി എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അവര് ഇങ്ങനെ സെൽഫി എടുക്കുന്നു, പിന്നെയും എടുക്കുന്നു, പിന്നെയും എടുക്കുന്നു. എടുത്തെടുത്ത് എത്ര പ്രാവശ്യമായാലും മതിയാവാത്തവരുണ്ട് സെൽഫി എടുക്കുമ്പോൾ. പറഞ്ഞു മനസ്സിലായോ? അവര് ഓരോ സെക്കൻഡും ഇത് നന്നായോ. അതുപോലെ പാട്ടിൽ നമ്മൾ സെൽഫി എടുത്തോണ്ടിരിക്കാൻ പാടില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓരോ സെക്കൻഡിൽ ഇങ്ങനെ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് നീ. അതാണ് ചിന്തകൻ എന്ന് പറഞ്ഞത്. അത് മാറണം കേട്ടോ. സോ യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 96 on 100 ടുഡേ. അപ്പൊ കുട്ടുമണിക്കുട്ട പറഞ്ഞതൊക്കെ കേട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മനസ്സിലാവാതെ കം ബാക്ക്. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, ഓ, നമ്മുടെ ബാബുക്ക റൗണ്ട് എത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേൾക്കാൻ പോവാണ് നമ്മള്. പാട്ട് പാടാൻ എത്തുന്നത് ജനീലിയ കുട്ടിയാണ്. ഒരാളൊരു ലോങ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ജനീലിയ ആൻഡ് പ്രൈസൺ. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ജനീലിയ കുട്ടി, എന്തൊക്കെയാണ് വിശേഷം? സുഖം. എനിക്കറിയാം കൊറേ വിശേഷമുണ്ട് പറയാനായിട്ട്. വരും. ആരോ ഒരാളെന്ന് അതെ, അറിഞ്ഞൂടെ? അറിയാം. ആരാ? ഉണ്ണിമേനോൻ സർ. അല്ലേ? അതെ, അല്ലേ? ആണോ? ആണോ? മധുവാണോ? ഉണ്ണിമേനോൻ സർ ആണ്. മധുവിന് വേണ്ടേ? അല്ല, വേണം. ഇപ്പൊ ഇല്ലാത്തോണ്ട് അപ്പൊ ഒരു ചോയ്സ് തരാം ഞാൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. അല്ല, അത് ഇതാണോ മധു? കണ്ട, മധുവിനോടാണ് കൂടുതൽ ഇഷ്ടം. ഉണ്ണിച്ചേട്ടൻ വരുമ്പോ ഞാൻ പറയാം, ഉണ്ണിച്ചേട്ടൻ അത്ര ഇഷ്ടം. പറഞ്ഞു കൊടുക്കും ഞങ്ങള്. കുഴപ്പമില്ല, ഉണ്ണിമേനോൻ സാർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? എനിക്ക് ഇഷ്ടം. ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. യു ഹാവ് ടു സെലക്ട്. ഒരാളെ പറയണം. ഈ രണ്ട് ചോദിച്ചാൽ കൂടുതൽ അറിയാവുന്നത് മധു സാറല്ലേ. അപ്പം മധു സാറെയാണ് കൂടുതൽ അറിയുന്നത്. ഉണ്ണിച്ചേട്ടൻ വരട്ടെ, പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഉണ്ണിമോനോ സാർ നല്ല ഉണ്ണിമോനോ? ഉണ്ണിമോൻ സാർ ഇപ്പൊ മോളിന്ന് ഏത് പാട്ടാ പാടുന്നത്? ഞാന് പാടാൻ പോന്ന ഈറനുടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്ത രാവിലെ വെൺമുകിലെ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്. ശരി, എന്റെ അഭിപ്രായത്തിൽ. ഇത് ഇരുട്ടിന്റെ ആത്മാവല്ലേ സിനിമ? അതില് എനിക്ക് തോന്നുന്ന 4 പാട്ടുകളുണ്ട്. ആ 4 പാട്ടുകളും ജാനകിയമ്മയാണ് പാടി. അങ്ങനെ ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും ഒരാൾ പാടിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇരു കണ്ണീർ തുള്ളികൾ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. പിന്നെ വാഗച്ചാർത്ത് കഴിഞ്ഞൊരു ദേവന്റെ എന്നുള്ള പാട്ട്. ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. പക്ഷെ ഈ പാട്ടാണ് അത് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. ഈ പാട്ട് പാടാനായിട്ട് വന്നിരിക്കുന്ന ഇന്നത്തെ കോസ്റ്റ്യൂം ഇല്ലേ, ഉണ്ണിയണ്ണ
ഇത് കേട്ടില്ലേ ഒരു സംഭവം സംഭവിച്ചു ഇവിടെ, അയ്യോ മിസ് ചെയ്തു. ഉണ്ണിയേട്ടനല്ല ഇഷ്ടം, മധുവിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അങ്ങനെയല്ല അവള് പാവം ഞാൻ പോട്ടെ. കേട്ടോ, പാവമുണ്ട്. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. MJ അങ്കിൾ ടോർച്ചർ ചെയ്തിട്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം, അപ്പൊ നമുക്കറിയാം ഏതാണ്. ഞാൻ മിണ്ടമാട്ടെ. അല്ലല്ല ഇങ്ങനെ 2 വിരലും കൊടുത്തു, എന്നിട്ട് ഇതിന്ന് ഒന്ന് തൊടാൻ പറഞ്ഞു. അപ്പൊ ഒന്ന് അവള് തൊട്ടപ്പോ പറഞ്ഞു അത് മധുവായിരുന്നു. അപ്പൊ ഇന്ന് 0 മാർക്ക് അല്ലേ കൂട്ടൻ? മധു വരട്ടെ, മധു വന്നിട്ട് മാർക്ക് കൊടുക്കട്ടെ. പാട്ട് കേൾക്കുമ്പോ അവരങ്ങ് അലിഞ്ഞു പൊക്കോളും. ഓക്കെ. പക്ഷെ ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് അറിയണ്ടെന്ന് വെച്ചാ ഈ ലോങ് വെക്കേഷൻ അബുദാബി പോയി, അവിടുത്തെ വിശേഷം പറയാം. അബുദാബിയിൽ എന്താ കൊണ്ടുവന്ന്? ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾക്ക് മേടിച്ചു വെക്കെ. ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് കൊണ്ടുവരാൻ മറന്നു. അതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത പാട്ടിന് എന്തായാലും ഷുവർ എന്തായാലും കൊണ്ടുവരും. ഉറപ്പായിട്ട് കൊണ്ടുവരും. പ്രോമിസ്. വിശേഷം വിശേഷം ഞാന് അബുദാബിയില് എത്തി. ഓക്കെ, രാവിലെ മിഡ്നൈറ്റ് 1 AM എത്തുന്നേ. അപ്പൊ ഞാൻ എന്ത് പറയുക, അപ്പൊ തന്നെ ഷവർമ കഴിച്ചു. കൊറേ നാളല്ലേ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കണ്ടേ. അപ്പൊ ഞാൻ ഓർത്ത് അമ്മ അറിയ ചോറ് കഴിക്കാൻ, ഞാൻ ചോറ് വേണ്ട ഷവർമ കഴിച്ചിട്ട്. അപ്പൊ ഞാൻ വന്നു, ഡ്രസ്സൊക്കെ മാറി. ഞാൻ അപ്പോഴും പറഞ്ഞു ഫോട്ടോ എടുത്ത് വെക്കാൻ. ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. അപ്പൊ പറഞ്ഞു പെട്ടെന്ന് കഴിക്കു വെച്ചേ, കിടക്കാനുള്ളതാ. ഞാനും അതൊക്കെ ആയിരുന്നു ഇങ്ങനെ. പിന്നെ ഞാൻ സ്കൂളിൽ പോയി, ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ടീച്ചേഴ്സ് എല്ലാം നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പൊ ഭയങ്കര സ്റ്റാർ ആയിരിക്കുമല്ലോ. എന്ത് പറഞ്ഞു? സ്റ്റാർ ആണല്ലേ, കുഴപ്പമില്ല. എന്താണ് അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ? എന്താണ് എന്ത് പറഞ്ഞു അവര്? അവര് പറഞ്ഞു ഇങ്ങനെ മുമ്പോട്ട് പോണം. ഇങ്ങനെ മുമ്പോട്ട് ഇതിനേക്കാളും നന്നായിട്ട് മുമ്പോട്ട് പോകണ്ട. അല്ല വെച്ചാ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് തന്നെ. പിന്നെ എന്റെ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന്, നാദലയം സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് പേര്. അപ്പം എന്റെ മാഷ് വിഷ്ണു മാഷ് എന്നാണ് പേര്. വിഷ്ണു സാറ് എനിക്ക് ആദരവൊക്കെ തന്ന ഒരു പ്രോഗ്രാമില് ഭയങ്കര പ്രൗഡായിരുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ കമന്റ് എന്തെങ്കിലും കിട്ടിയോ? മോളിപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് ഈ MJ സാർ മൊത്തം പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ അല്ലേ? ഫുൾ പ്രോബ്ലംസ്. ആൾക്കാരൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. വോയിസ് ഒക്കെ കുറച്ച് മാറ്റം വരുത്തി. ലൈക് ദ വേ ഐ ആം സിംഗിങ്, ക്ലാരിറ്റി ഒക്കെ വന്നു പറഞ്ഞു. അതൊക്കെ ഉണ്ട്. ഞാൻ അറിഞ്ഞില്ല. ജനീല കുട്ടി വേഗം പാട്ട് പാടിച്ചിട്ട് മനസ്സൊന്ന് ഒന്ന് അലിയിച്ചു കൊടുത്തേക്ക്. നീന്ന് മൊത്തം ഉടക്കായിരിക്കും. പിന്നെ എയർപോർട്ടില് ചെക്കിങ്ങിനൊക്കെ സമയത്തൊക്കെ 2-3 പേരൊക്കെ വന്ന് ചോദിച്ചു ടോപ്പ് സിംഗർ പറഞ്ഞ കൊച്ചല്ലേ, ഫോട്ടോ ഒക്കെ എടുത്തു. ഹാപ്പിയാണ്. എമിഗ്രേഷൻ എത്തിയപ്പോഴത്തേക്ക് അവരും പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അതല്ലല്ലോ, എന്നെ കണ്ടിട്ടല്ല പകുതി പേര് റെക്കഗ്നൈസിനെ, അപ്പേ കണ്ടിട്ടാന്നേ. ഒരു ദിവസം ഞങ്ങള് ഇതല്ലാതെ മെട്രോയിൽ പോയപ്പോ എന്നോട് ചോദിച്ചു, മോൾ ടോപ്പ് സിംഗർ പാടുന്നാണോ? ഞാൻ പറഞ്ഞ അതെ. മോളെ കണ്ടിട്ടല്ലേ കേട്ടോ, മോളുടെ അച്ഛനെ കണ്ടിട്ടാ മനസ്സിലായെന്ന്. ഞാൻ അപ്പൊ ഇങ്ങനെ അപ്പൊ പഠിക്കും. താങ്ക് യു. കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, കണ്ണീരിൽ മുങ്ങിയൊരൻ
കണ്ടു കണ്ടു മടുത്തു പോയോ ഈറനോടൊത്തും കൊണ്ടും വരും ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ കണ്ണീരിൽ മുങ്ങിയോരിൻ കൊച്ചുകിനാവുകൾ എന്തിന് ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ എന്തിന് ദേവനെ കൈകൂപ്പുന്നു. ജനീലക്കുട്ടി, എന്താ ഒരുപാട് കാലത്തിന് ശേഷം ജനീലക്കുട്ടിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു എനിക്ക്. താങ്ക് യു സാർ. വളരെ സന്തോഷം. ഈ ഒരു പാട്ടിന് നമ്മൾ ആദ്യം ഒരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് ബാബുരായൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപിലാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ സോങ്. നമ്മളത് പഠിക്കുമ്പോൾ തന്നെ എൻജോയ് ചെയ്തില്ലേ ഈ പാട്ട്, അല്ലേ? ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയില്ലേ ഈ പാട്ട്, അല്ലേ? ഇതൊക്കെ ഒരു ഇത്രയും വലിയൊരു വേദിയിൽ പാടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം മോളെ. താങ്ക് യു സാർ. സോ അതിന് ലെറ്റ്സ് താങ്ക് ദ ഫ്ലവേഴ്സ് ഫോർ ദാറ്റ്. താങ്ക് യു. മനോഹരമായിട്ട് പാടി മോളെ. പക്ഷെ ഒരു വല്ലാത്തൊരു എഫേർട്സ് എടുത്തിട്ട് പാടാമായിട്ട് തോന്നി എനിക്ക്. അതില്ലാണ്ട് ഒരു എഫേർട്ട്ലെസ് ഈസോട് കൂടി പാടിയാൽ ഈ പാട്ട് കുറച്ചും കൂടി ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നി. നമ്മൾ നന്നായി പാടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും സ്ട്രെയിൻ കൊടുക്കാതെ വളരെ ഈസി ആയിട്ടൊന്ന് പാടാൻ ശ്രമിച്ചു നോക്കാം ഒന്ന്. വളരെ എൻജോയ് ചെയ്ത് ഭംഗിയായിട്ട്. ഈറനോടൊത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ സൗണ്ട്സ് ഗ്രേറ്റ്. കണ്ണീരിൽ മുങ്ങിയോരിൻ കൊച്ചുകിനാവുകൾ എന്തിന് ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ എന്തിന് ദേവനെ കൈകൂപ്പുന്നു. സൗണ്ട്സ് മച്ച് ബെറ്റർ നൗ. വേ ബെറ്റർ അല്ലേ? വല്ലാതെ എഫേർട്ട് എടുത്ത് എന്തോ ഒരു ഭയങ്കര സ്ട്രെയിൻ എടുത്ത മാതിരി തോന്നി നേരത്തെ പാടി. അതില്ലാതെ പാടാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ഈ പാട്ട് അതിഗംഭീരമാക്കാൻ പറ്റും. മോൾക്ക് പറ്റും എന്തായാലും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോ നെക്സ്റ്റ് ഒക്കെ പാടിയിട്ടുള്ളതൊക്കെ ഹൈ നോട്ട്സ് ആണ്. അപ്പൊ അതും എഫേർട്ട്ലെസ് ആയിട്ട് ഒന്ന് ശ്രമിക്കാം. കോവിലിൻ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടു നിന്നാലും കൊട്ടിയടച്ചൊരേ കോവിലിൻ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടു നിന്നാലും വാടാത്ത പ്രതീക്ഷതൻ വാസന്തി പൂമാല വാങ്ങുവാൻ ആരാരുമണയില്ലല്ലോ. അത് കുറച്ചും കൂടെ രഹസ്യം വേണം കേട്ടോ. വാങ്ങുവാൻ ആരാരും അണഞ്ഞില്ലല്ലോ. രഹസ്യം എങ്ങനെ? വാങ്ങുവാൻ ആരാരുമണയില്ലല്ലോ. ഗുഡ്. ഈറനോടൊത്തും കൊണ്ടമ്പരം നൈസ് നൈസ്. ചേട്ടാ ഇപ്പൊ മോൾക്ക് തോന്നിയതും ഇല്ലേ നേരത്തെ പാടിയതും ഈ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? എനിവേ ഗുഡ് എഫേർട്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിപഞ്ചിക തന്തികൾ മീട്ടിയ സ്പന്ദനഗാനമൊന്നും കേട്ടില്ലല്ലോ. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളെ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ. പല പാട്ടുകളും ഇങ്ങനെ അതിനുശേഷം വന്ന ഈ പാട്ടിനൊക്കെ ശേഷം വന്ന ഞാനിപ്പോൾ പാടിയ ആദ്യത്തെ പാട്ട് ജോൺ ചേട്ടൻ്റെയാണ്, രണ്ടാമത്തത് MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ഇങ്ങനെ പല പാട്ടുകൾ ഇപ്പോൾ ബാബുക്കയുടെ തന്നെ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ
ആരു നീ ദേവതേ. അല്ലെ, അങ്ങനെ എത്ര എത്ര പാട്ടുകളല്ലേ, ഭയങ്കര ഒരുപാട് കാരണം ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഈ രാഗവും പ്രത്യേകിച്ചും നമ്മുടെ ബാബുക്കയ്ക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നലെ അങ്ങനെ പല പാട്ടുകളും ഉണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. എനിക്കും ഏറ്റവും വൺ ഓഫ് മൈ ശരിക്കും ഈ പാട്ടൊക്കെ ഒരു ഹൃദയത്തിൽ നിന്ന് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും. നമുക്ക് അറിഞ്ഞൂടെ, ജാനകിയമ്മ പാടിയിരിക്കുന്നത് അതെ. അങ്ങനെയാണ്. ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട് ഇതിൽ, അങ്ങനെയും കൂടെ ഉണ്ട്. പിന്നെ സങ്കടം ഉണ്ട്, പൊട്ടിക്കരയാണ്, സാധാരണ കരച്ചിലല്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ പാട്ട് പാടുന്നതിന്റെ ഒരു സ്മൈൽ ഉണ്ടെങ്കിലും ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമാണ്. കൊട്ടിയടച്ചൊരു ഈ വാതിലിൻ കൊട്ടിയടച്ചിരിക്കുകയാണ്, ഇനി തുറക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദാറ്റ് ഇസ് ദ എൻഡ് എന്ന് ഇവർ വിചാരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പാടുമ്പോഴത്തേക്കും. സീതാലക്ഷ്മി, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 1 അതിന്റെ വിന്നറാണ് സീതാലക്ഷ്മി. സീത എന്നാൽ ഇത് ഗംഭീരമായിട്ട് പാടിയത് ഞാനിങ്ങനെ ഓർക്കാണ്. അതിപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കേട്ടോ, സീത പാടുന്നത്. അപ്പൊ സീതയ്ക്ക് ഒരു വലിയൊരു നമസ്കാരമുണ്ട്. പിന്നെ ഞാൻ സീതയെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഈ പാട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും 60 വയസ്സാവും ഈ പാട്ടിന്. ഇപ്പൊ 59 വയസ്സുണ്ട് ഈ പാട്ടിന്. എന്നെക്കാളും മൂത്തയാളാണ് ഈ പാട്ട്. അപ്പൊ എല്ലാ കാലത്തും ഇത്തരം ലെജൻഡറി സോങ്സ് പാടുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോ കണ്ണീരിൽ മുങ്ങിയൊരൻ, ആ സംഗതി ആദ്യം പാടിയപ്പോ, രണ്ടാമത് പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വൃഥ എന്ന് പറഞ്ഞ എന്താ? വെറുതെ എന്ന് മാത്രമല്ല, പ്രയോജനമില്ലാതെ എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്ന് പാടുന്ന, വെറുതെ എന്ന് അവിടെ എഴുതിയാ പോരെ, അങ്ങനെ വെറുതെ എഴുതിയതല്ലത്. വൃഥ എന്ന് പറഞ്ഞാൽ അത് പ്രയോജനമില്ല, ഇൻ വെയിൻ എന്ന് പറയില്ലേ, അങ്ങനെ വൃഥ. അത് ഒരു സംഗതി പോലെ പാടിയതുപോലെ എനിക്ക് തോന്നി, അത്രയും വിട വൃഥ ഇങ്ങനെ ഒഴുകി അങ്ങ് വന്നാലാണ്. അതുപോലെ ഈറനോടത് എല്ലാ ഗായും നന്നായിട്ട് ചെയ്യണം. എന്താണ് ഇതിന്റെ പ്രത്യേകത? തുടങ്ങുന്ന നോട്ട് ഗാ ആണ് അല്ലെ, ഗാ അല്ലെ. അമ്പരം ചുറ്റുന്ന, അതും ഗാ. ഹേമന്തരാവിലെ വെൺമുകിലേ, അതും ഗാ. അപ്പൊ ആ ഗാ കൃത്യമായിട്ട് ചേരുമ്പോഴാണ് ഈ പാട്ടുമായിട്ട് ഇൻ യൂണിസൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആര്? ജനീലെ കുട്ടി കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ജനീലെ കുട്ടി നല്ല സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ, സച്ച് എൻ ഐക്കോണിക് ബ്യൂട്ടിഫുൾ സോങ്. അത്രയും രസമുള്ള ഒരു പാട്ടാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന, ജാനകി അമ്മയുടെ ശബ്ദത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ജനീലെ കുട്ടി ഇന്ന് പാടിയത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് തോന്നിയത് ഒരുപാട് ടെക്നിക്കലി നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് തോന്നി. കുറേ ആ ചെറിയ ചെറിയ കുഞ്ഞു സംഗതികളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്നിക്സ് പിടികിട്ടിപ്പോയി ഇപ്പൊ ജനീലെ കുട്ടിക്ക്. എങ്ങനെയാണ് പാടേണ്ടത്, കറക്റ്റ് ത്രോട്ടിൽ എന്ത് പൊസിഷനിലാണ് അവിടെ ത്രോട്ട് വെക്കുന്നത്, എങ്ങനെയാണ് അത് പാടുന്നത് എന്നുള്ളതിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു എനിക്ക് ജനീലെ കുട്ടിക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടെക്നിക്കലി ഭയങ്കര രസമായിട്ട് നല്ല പ്രോഗ്രസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എസ്പെഷ്യലി ആ ഒരു പൊട്ടിക്കരഞ്ഞിട്ട് നിന്നാലും കഴിഞ്ഞിട്ടൊരു ഇത് വരില്ലേ, അപ്പൊ അതിന്റെ ടെക്നിക്കാലിറ്റി ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഫീല് കുറച്ച് മിസ് ചെയ്തു. പക്ഷെ ഓക്കെ, എനിക്കൊന്ന് അതൊരു ജേണിയാണ്, അതൊരു പാർട്ട് ഓഫ് ലേണിംഗ് ആണ്. അതാണ് സാർ പറഞ്ഞത്, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിത്തത്തിന്റെ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം ജനീലെ കുട്ടിയിൽ ഇപ്പൊ കാണുന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കേട്ടോ. ഇന്നത്തെ മെയിൻ വില്ലൻ ആരായിരിക്കും? അത് തന്നെ, വളരെ ശരിയാണ് കേട്ടോ. അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ചരണം ഒത്തിരി ഇഷ്ടപ്പെട്ടു, ചരണം ഇഷ്ടപ്പെട്ടു, ടെക്നിക്സും ഇഷ്ടപ്പെട്ടു. ഓക്കെ, മിടുക്കിയായിട്ട് പാടി കേട്ടോ. യെസ്, ഓൾ ദി ബെസ്റ്റ്. ബ്രെത്ത് മാനേജ്മെന്റ് കുറച്ചുകൂടി നന്നായാൽ ഈ പാട്ട് അതിഗംഭീരമായിട്ട് പാടാം. ഇപ്പൊ ലോങ് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യുമ്പോളെ ചെയ്യുന്നുണ്ട്, ഓരോ പാട്ടും സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ലേ, ദാറ്റ് റിയലി ഹെൽപ്സ്. അതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. മിനുകൂടാ, അത് മാത്രല്ല ഇവിടെ ഒരു പാരലായിട്ട് വേറൊരു മ്യൂസിക് ഇവിടെ പോകുന്നുണ്ട്. എന്താ വെച്ചാ അച്ഛനും മകളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ മ്യൂസിക് ആണ്. അത് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇദ്ദേഹം എപ്പോഴും അച്ഛനും മകളെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേകത. ഇപ്പൊ ഞാനും മീനുകുട്ടി അതുപോലെയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ മീൻകുട്ടി പറയില്ല അച്ചയുടെ എന്നൊക്കെ പറയുന്ന ആ ഒരു അതുപോലെയാണല്ലോ ഇവിടെ പറയുന്നത്. അച്ചയുടെ എന്ന് പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്.
അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ എമിഗ്രേഷനിൽ അപ്പുറത്ത് വെച്ചിട്ട് ചോദിച്ചു അച്ഛന്റെ മകളാണ് എന്നുള്ളത്. പക്ഷെ അച്ഛന്റെ ആഗ്രഹം മകളുടെ പേരിൽ അച്ഛൻ അറിയപ്പെടണം എന്നായിരിക്കും. എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ടത്, ഇപ്പൊ മീനുട്ടിയുടെ അച്ഛനാണ് എന്നറിയപ്പെടുന്നതാണ് എനിക്കിഷ്ടം മോർ ദാൻ എന്റെ പേര് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ എന്നൊക്കെ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ അതൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ് രണ്ടുപേരും തമ്മിൽ. അത് വളരെയധികം സ്നേഹത്തോടെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് യു ക്യാൻ ബി വെരി പ്രൗഡ്. സന്തോഷായി ജനീലെ കുട്ടിക്ക്, ഹാപ്പി. അപ്പൊ ജനീലെ കുട്ടി, എന്തോ ഇന്നത്തെ ജനീലെ കുട്ടിയുടെ മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ സുന്ദരി, ഇനി മാർക്ക് നമ്മൾ കൂട്ടി കൊണ്ടുവരണം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ഉണ്ണിയങ്കിൾ, അടുത്ത പാട്ട് പാടാൻ വരുന്ന ആരാന്നറിയാവോ? ഇല്ലല്ലോ. പാട്ട് പറഞ്ഞ ആളാരാന്ന് ഞാൻ പറയാം. പാട്ട് മാമലകൾക്കപ്പുറത്ത്, അതാണ് പാടാൻ പോകുന്ന പാട്ട്. അപ്പോ നാടൻ വേഷത്തിൽ വരുന്ന ഏതോ നമ്മുടെ ഒരു മിടുക്കി കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ മിടുക്കനായിരിക്കും. ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണ് ട്വിസ്റ്റ്? പറയുന്നതിനൊക്കെ നല്ലത് നമ്മൾ ആ ട്വിസ്റ്റ് കാണുന്നതല്ലേ. ആണ്. എങ്കിൽ കണ്ടോളയാ മാളെ വിളി. വെൽക്കം യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മ യാമിക്കുട്ടി. മാമലകൾക്കപ്പുറം പാടാനായിട്ട് ഒരു ഫോറിൻ ഗേളോ? I'm Shango. I'm not a foreign lady. Meenuti, introduce me. ആക്സന്റ് ഒക്കെ ആണല്ലോ. അതെ, മീനുട്ടി ഇൻട്രൊഡ്യൂസ് മീ. ഇതുണ്ടല്ലോ, ഈ ഫോറിൻ ലേഡി എന്ന് പറഞ്ഞ കുറെ നാൾക്ക് മുന്നേ കേരളത്തിൽ വന്നാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിട്ട്. ആണോ? പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് പുള്ളിക്കാരത്തി ഇവിടെ അങ്ങ് നിന്നുപോയി. അങ്ങനെ നിന്നതാണ്. ഇപ്പം ഈ ലേഡി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് പാട്ടുകൾ കേൾക്കാൻ. മലയാളം പഠിച്ചോ? ഫോറിൻ കുറച്ച് Yeah. അങ്ങനെ ഞാൻ മലയാളം പഠിച്ചു. നല്ല പോലെ പഠിച്ചോ? ഗ്രീൻ വാട്ടർ പോലെ ഞാൻ മലയാളം സംസാരിച്ചു. ഗ്രീൻ വാട്ടറാ? I mean പച്ചവെള്ളം. പച്ചവെള്ളം പോലെ What's your പഠിച്ചു. name, madam? What's your name, madam? മീനുട്ടി വിളിച്ചത് കേട്ടില്ലേ ഉണ്ണിക്കാറ്റ്? Yeah, Miss Udhi. That's my name, man. മീനുട്ടി. Yes, ma'am. Meet my കുന്നച്ച and my family. Okay, how Hi. you? കൊച്ചച്ചൻ വന്നു കൊച്ചച്ചൻ. ആഹാ ആഹ്ലാദം വന്നു കൊച്ചച്ചൻ. ഹോ കൊച്ചച്ചൻ. എങ്ങനെയുണ്ട് മാം? സൂപ്പർ ആയിട്ടുണ്ട്. സ്ലാഗൊക്കെ പോയി. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യാമി മാഡത്തിന്റെ പാട്ടൊന്ന് കേട്ടല്ലോ. പാട്ട് പാടുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാരും അങ്ങോട്ട് നോക്കൂ. അവിടെ എന്താണ്? ആ കാണുന്നതാണ് പച്ച പരവതാനി വിരിച്ച നമ്മുടെ നാട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടത്ത് കിടക്കുന്ന നമ്മുടെ കേരളം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നമ്മള് കഥയല്ല പാട്ടല്ലേ പാടാൻ പോകുന്നത്. സോറി, എനിക്ക് മാറിപ്പോയതാ. വേണമെങ്കിൽ കഥ പറയണോ? മീനുടാ, എന്തോ യാമി മാമിന്റെ സംസാരം കേട്ടിട്ടെ എന്തോ ഒരു വശപ്പിശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോ ഒരു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന സ്ഥിതിക്ക് കഥ പറയട്ടെ? വേണ്ട, പാട്ട് പാടാം. പാട്ട് പാടിയാ മതി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മാടും തൊടികളും കലകളിലാവത്ത് കൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കലകളിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്.
കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. താങ്ക് യു. എവിടാ എന്തോ ഈ മാം ഉണ്ടല്ലോ, യാമി മാം, ഏതോ ഓപ്പറ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കണ്ടക്ടിങ്, ഒരു ഭയങ്കര കണ്ടക്ടിങ് ആട്ടോ. ഇങ്ങനെ ഇങ്ങനെ ആ സംഗതിയൊക്കെ എങ്ങനെയാ ആ അതെ ആ അവിടുന്ന് സംഗതി ഇങ്ങനെ പൂത്തെളിഞ്ഞ്. അങ്ങനെയല്ല ആ, അങ്ങനെയല്ല അത്. പിന്നെ എങ്ങനെയാ? ആ, അപ്പൊ ആദ്യം വിറക്കണോ? വരച്ചു പോകണം. ആ, വിറച്ചിട്ട് മുകളിലോട്ട് വിറച്ചിട്ട് പോണം. പോണം മേലേക്ക്. എസ്പെഷ്യലി മലയാളം എന്നൊരു നാടുണ്ട് അവിടെ പാടുന്നത് അവിടെയാണ് വിറച്ചു പോകുന്ന സ്ഥലം. എന്നൊരു നാടുണ്ട്. ആ, അതന്നെ. ഇങ്ങനെ കിളിക്കൂടിലുണ്ടായിരുന്നല്ലോ. കിളിക്കോട് പോലൊരു വീടുണ്ട്. ആ വീടുണ്ട്. ആ കൊച്ചു കിളിക്കോട് പോലൊരു വീടുണ്ട്. ഓ ആ. മോളെ പറന്നെത്താൻ ചിറകില്ലല്ലോ എങ്ങനെ പാടിയ ഇന്നരികിൽ പറന്നെത്താൻ ചിറകില്ലല്ലോ. control ചെയ്ത് എന്താണ്? ഓ, ആ. ഓ, ഓ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പഠിച്ച്. അങ്ങക്ക് അറിഞ്ഞൂടെ? അങ്കിൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റും. അല്ല മാമിന് ഇത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പാടാൻ പറ്റും. എനിക്ക് കാണാനൊക്കെ പറ്റും. മിനുട്ടി എന്തോ ഞാൻ വിചാരിച്ച ഇംഗ്ലീഷിലാണ് ഭയങ്കര ഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലല്ല മാം മലയാളത്തിൽ നന്ദി പാടും. കുറച്ചു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ സ്കൂളിൽ അങ്ങനെയാ പറയാറുള്ളത്. ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഞാൻ ഇത് കഴിഞ്ഞ് പോകുമ്പോള് സീസൺ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സീസൺ ഒന്നും എനിക്ക് പിന്നെ ഫ്ലവേഴ്സിൽ വരെ വേണ്ട. പിന്നെ എനിക്ക് എന്റെ സ്കൂളും പിന്നെ എന്റെ വീടും പിന്നെ എന്റെ പഠിക്കലും അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇനി സ്കൂള് വരൂല. അപ്പൊ ഇവിടെ വേറെ ഓ ഇവിടെ സീസൺ കഴിയാൻ പോവല്ലേ. ഇനി വേറെ പിള്ളേർ ഇവിടെ ചെയ്യാൻ പോവാ. ഇഷ്ടമല്ലേ ആമിക്കുട്ടിക്ക്? ഇഷ്ടമല്ലേ വരുന്നത്? ഇഷ്ടമാണ്. പക്ഷെ ഇവിടേക്ക് വേറെ പിള്ളേരെ ചെയ്തില്ലേ. വേറെ പിള്ളേർ വന്നാൽ നമ്മളൊക്കെ പോവും. സീസൺ കഴിഞ്ഞ് നമ്മളൊക്കെ പോവും. നമ്മളൊക്കെ പോവും. ഷോ പക്ഷെ യാമിക്കുട്ടിനെ ഇവിടെ നിർത്തിയാലോ? യാമിനെ ഇവിടെ നിർത്താം. യാമിക്കുട്ടി മാത്രം പുതിയ കുട്ടികളും അല്ലേ? അതെ അങ്ങനെയാണെങ്കിൽ നവനീതിനെ വിടാൻ പറ്റൂല കേട്ടോ. അപ്പൊ നവനീത് കുട്ടനെയും നമ്മുടെ യാമിക്കുട്ടിയെ ഇവിടെ നിർത്താം. മാത്രം നിർത്താം. മാത്രം ഓക്കെ ആണോ? ഓക്കെ. പക്ഷെ എന്റെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഹായ് ചേച്ചി. പിന്നെ എന്റെ അച്ഛമ്മയും ഇരിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് നമസ്കാരം. മീനോട് എനിക്കൊരു സംശയമുണ്ടേ. ഇന്ന് നമ്മുടെ യാമിക്കുട്ടിയോടെ വേറൊരാളും കൂടെ ഉണ്ടെന്ന്. അതാരാ? ജലദോഷ് കുമാർ. ജലദോഷ് ഉണ്ട്. കുമാർ യാമിക്കുട്ടിയുടെ മിസ്റ്റർ കുമാർ ഉണ്ട് കൂടെ. അതാണ് കൂടെ. എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. ശ്രീനിവാസനും ഉണ്ട്, മിസ്റ്റർ കുമാറും ഉണ്ട്. രണ്ടുപേരും ഉണ്ട്. ശ്രീനിവാസൻ എങ്ങനെ വന്നേ? ബിബി ശ്രീനിവാസനങ്ങള്. ബിബി ശ്രീനിവാസ് ഇത് പാടിയ ആള്. PB ശ്രീനിവാസൻ സാറല്ലേ? ഓ അതുകൊണ്ട് അങ്ങനെ ശ്രീനിവാസൻ. പിന്നെ എനിക്ക് ഇപ്പൊ പറഞ്ഞ് കുമാറും ഉണ്ട്. കുമാറും ഉണ്ട്. ജലദോഷ് രണ്ടുപേരും കുമാർ. എനിക്കുണ്ട്. ഉണ്ട്. അപ്പൊ രണ്ട് കുമാർമാരും ഉണ്ട്. ജലദോഷം എത്ര ദിവസമായി ജലദോഷം വന്നിട്ട്? കൊറേ ദിവസമായി. കൊറേ ദിവസം പോകുന്നില്ല. കുമാർ പോകുന്നില്ല. ഈ കുമാറിന്റെ കൂടെ 2-3 കിളിയും പറന്നു പോയെന്ന് എനിക്ക് ഡൗട്ട് പറഞ്ഞിട്ട് പിന്നെ കണക്ഷനീന്നാ സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു വശം പിശക് ഫീൽ ചെയ്യുന്നത്. എവിടെയോ ഒരു ശരിയില്ലായ്മ ഉണ്ട് കേട്ടോ. അതെ. അല്ല യാമി മാം ഒറ്റയ്ക്കാണോ അപ്പൊ വേറെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത് അതോ വിത്ത് ഫാമിലി ആണോ? ഒറ്റയ്ക്കാണോ? അപ്പൊ ഇതൊക്കെ ആരാ? ഇവരൊക്കെ തന്നെ ഫാമിലി ആയിട്ട് വന്നതാ. ഞാൻ മാത്രം കാറിന് പുറത്ത് ഒറ്റയ്ക്ക് കൊടയൊക്കെ പിടിച്ചു വന്നതാ. മഴയായിരുന്നു. ഒറ്റയ്ക്ക് ഇവരൊക്കെ മഴ നനയാതെ വൃത്തിയില് കാറിൽ പോയി. ഞാൻ മാത്രം കൊടയൊക്കെ പിടിച്ച വഴി ജലദോഷം വന്നേ. അപ്പൊ മാമിന്റെ പാട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം
അപ്പൊ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണിക്കേട്ടന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്കാനുണ്ടോ? യാമിക്കുട്ടി നമ്മുടെ ഡാർലിംഗ് അല്ലേ? അതെ. യാമി മാഡമായി എന്ന്. യാമിക്കുട്ടി എത്ര നേരം പ്രാക്ടീസ് ചെയ്യും വീട്ടില് പാട്ട്? ഞാൻ പാട്ടാ ആ ഒരു 12 പ്രാവശ്യം പാടും. 12 പ്രാവശ്യം പാടും. ഓ 12 times. എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാ? ഒന്ന് കാണിച്ചു തരൂ. ഇങ്ങനെ അയ്യോ വേണ്ട. അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് കുത്തിയിരുന്നിട്ട്. നാളെ ഇങ്ങനെ ഇരുന്ന് ഓക്കെ. കർണാട്ടിക്ക ഒന്ന് പ്രാക്ടീസ് ചെയ്യോ? കർണാട്ടിക്ക ഒക്കെ കാണിക്കണോ? ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കാണിച്ചു തരൂ പ്രാക്ടീസ് ചെയ്യുന്ന. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അപ്പൊ ഇത് 12 പ്രാവശ്യം അല്ലേ? ഇത് 12 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. അതെ. ഗുഡ്, വെരി ഗുഡ്. ഗംഭീരമായിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു. അതിഗംഭീരമായി. വീടിന്റെ ഉമ്മറത്ത് വിളക്കും കൊളുത്തി എന്നെ വരവൊക്കാതിരിക്കുന്ന പെണ്ണുണ്ട്. കൈയിലെ പുതിരമുള്ള കവിളത്ത് മറുവുള്ള കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്, കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്. അല്ല മോനെ, കഴിഞ്ഞ ദിവസം എനിക്ക് ഗിറ്റാർ പറഞ്ഞിട്ടേക്ക് തന്നില്ലല്ലോ, പറ്റിച്ചോ? യാമിക്കുട്ടി പറഞ്ഞതല്ലേ, അപ്പൊ തരാതിരിക്കാൻ പറ്റുമോ? കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ടോ? ശരിക്കും? എവിടെയാ? സുബിച്ചേട്ടാ അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മോനെ. യാമിക്കുട്ടി ഗിറ്റാർ കിട്ടിയില്ലേ? നീ മധുരമഴ വേണോ? ആ വേണം. അതെന്തിനാ? ഒരു ഗിഫ്റ്റ് പോരെ? ഒരങ്കിൾ അവിടെ നിന്ന് പറഞ്ഞു മധുരമഴ പെയ്യുമ്പോൾ എനിക്ക് പിടിച്ചോണ്ട് പോകുമ്പോ എനിക്ക് 2 മിഠായി തന്നിട്ട് പോണേ. ഒരു മധുരമഴ നമ്മുടെ യാമിക്കുട്ടിക്ക്. ഏത് അങ്കിളാ മിഠായി വേണമെന്ന് പറഞ്ഞേ? എവിടെ ഇരിക്കുന്ന അങ്കിളാ? യാമിക്കുട്ടി, യാമിക്കുട്ടി, യാമിക്കുട്ടി. അയ്യോ ഇതെന്താ ഇത്? അയ്യോ വീരുട്ടി, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഇതാരൊക്കെയാ വന്നതെന്ന് മനസ്സിലായോ? ആരൊക്കെ? യാമി നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ? കൊച്ചച്ഛനോ മറ്റോ അങ്ങനെയല്ലേ പറഞ്ഞേ? അയ്യോ അല്ല, ഇതാണ് നമ്മുടെ ഊട്ടിയിലെ പ്രധാനമന്ത്രി. സാറേ നമസ്കാരം. അതാരാ? ഇത് നമ്മുടെ വയനാട്ടിലെ മുഖ്യമന്ത്രി അല്ലേ? മേഡം നമസ്കാരം. അപ്പൊ ഒരാളും കൂടി ഉണ്ടല്ലോ, അത് നമ്മുടെ ഭക്ഷണമന്ത്രി. മേഡം നമസ്കാരം. എന്താ പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊക്കെ അവളുടെ പെരുന്നാളിന് പോയി. ഇതെന്താ വട്ടായോ? വട്ടൊന്നുമില്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നല്ലേ. ആണോ? വട്ടം എന്ന് വെച്ചാൽ എന്താ? പിടിക്കവിടെ എന്നയാ? ആ ഇന്നാ? ഇന്ന് ചൊവ്വാഴ്ച? അല്ല വെള്ളിയാഴ്ച ഇന്ന് ആവട്ടെ? പിടിക്കും. വെള്ളിയാഴ്ച നിക്കടി അവിടെ. ഒരു ഷോക്ക് അടിക്കാൻ നേരം ഇറങ്ങി ഓടിയതാ. ഉണ്ണിപ്പൂച്ച ടാറ്റ. അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുവരാം. മീനുകുട്ടൻസ്, എന്തോ? നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു അവസാനത്തെ ഒരു യാത്രയിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ ഇപ്പൊ ജെനിലിയെ പറ്റി പറഞ്ഞ പോലെ അത് ലീപ്സ് ആൻഡ് ബൗൺസിലാണ് അവർ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ സാറ്റിസ്ഫൈങ് ആണ്. അതിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്. ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ ഇനി അടുത്ത ഒരു ഇതിൽ ബ്ലൂം ചെയ്ത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു?
ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ എപ്പിസോഡൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഈ ഫിനാലയിലൊക്കെ കടക്കുന്നത് കൊണ്ട് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ കോമ്പറ്റീഷൻ. അപ്പൊ അവരും അതിനുവേണ്ടി ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പെർഫോമൻസിനൊക്കെ വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? അതെ, ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് നമ്മുടെ മൈഥിലി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേക്ക് കിൻഡാമോക്സിന്റെ ഗിഫ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പവിഴം കോക്കനട്ട് ഓയിൽ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. അടിപൊളി. അപ്പൊ ആരി ചേച്ചി വെൽക്കം. മൈഥിലി കുട്ടി, കൺഗ്രാറ്റുലേഷൻസ് ഫോർ പെർഫോമർ ഓഫ് ദ ഡേ. പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ, ഒത്തിരി സമ്മാനമുണ്ട് മീനൂട്ടിയുടെ കയ്യില്. യെസ്. ഓ, ഇതെന്തത്? പവിഴം കോക്കനട്ട് ഓയിലിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ മൈഥിലി കുട്ടിക്ക്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡാമോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. പവിഴവും കിൻഡാമോക്സും 2 ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഹാപ്പി അല്ലേ? ഹാപ്പി. താങ്ക് യു ആരി ചേച്ചി, താങ്ക് യു. ഇന്നത്തെ പാട്ടുകളും പാട്ടുകാരെയും നിങ്ങൾക്ക് ഇഷ്ടമായി. നാളത്തെ പാട്ടുകളും പാട്ടുകാരെയും നിങ്ങൾക്ക് ഇഷ്ടമാവും. കാത്തിരിക്കാം നമുക്ക് നാളത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ടാറ്റാ ബൈ, സീ യു.